നമസ്കാരം. പ്രപഞ്ചജാലകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരു വീടിന്റെ ഐശ്വര്യവും സമാധാനവും എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ആ വീടിന്റെ സമ്പത്തിലോ സൗകര്യങ്ങളിലോ അല്ല, മറിച്ച് ആ വീട്ടിലെ സ്ത്രീകളുടെ ശീലങ്ങളിലാണ്. പുരാതന ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു വീടിന്റെ വളർച്ചയും തളർച്ചയും തീരുമാനിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീയാണ്. പുരുഷൻ വീടിന്റെ മേൽക്കൂരയാണെങ്കിൽ ആ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന കരുത്തുറ്റ തൂണുകളാണ് സ്ത്രീകൾ. ഒരു സ്ത്രീ രാവിലെ ഉണരുന്ന സമയം അവളുടെ കുടുംബത്തിന്റെ മുഴുവൻ ഭാഗ്യത്തെയും സ്വാധീനിക്കുന്നു. പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും വീട്ടിൽ പണം നിൽക്കാത്ത അവസ്ഥ, കാരണമില്ലാത്ത വഴക്കുകൾ എന്നിവ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകാറുണ്ടോ? എങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ പ്രഭാതശീലങ്ങളിലാകാം. ചാണക്യനീതിയുടെയും പ്രായോഗിക ജീവിതത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രഭാത രഹസ്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. ബ്രഹ്മമുഹൂർത്തവും പ്രകൃതിയുടെ നിയമവും. പ്രകൃതിക്ക് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചു നീങ്ങുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. സൂര്യോദയത്തിനു മുൻപുള്ള സമയം, അതായത് ഏകദേശം പുലർച്ചെ 4 മണി മുതൽ 5:30 വരെയുള്ള സമയത്തെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തമെന്ന് വിളിക്കുന്നത്. ചാണക്യൻ തന്റെ ഉപദേശങ്ങളിൽ ഈ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈ സമയത്ത് പ്രകൃതി ഏറ്റവും ശാന്തമായിരിക്കും. അന്തരീക്ഷത്തിൽ ശുദ്ധവായു നിറഞ്ഞു നിൽക്കും. ഈ സമയത്ത് ഉണരുന്ന ഒരു സ്ത്രീ പ്രകൃതിയുടെ അനുഗ്രഹത്തെ നേരിട്ട് തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. വൈകി എഴുന്നേൽക്കുന്ന ഒരാൾക്ക് ആ ദിവസത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. പകരം ആ ദിവസം അവരെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിരാവിലെ ഉണരുന്ന സ്ത്രീ തന്റെ ദിവസത്തിന്റെ ഉടമയായി മാറുന്നു. മനസ്സ് ഏറ്റവും തെളിമയുള്ള ഈ സമയത്തുണരുന്നത് ചിന്തകളിൽ വ്യക്തത നൽകുകയും കുടുംബത്തിനു വേണ്ട കാര്യങ്ങൾ കൂടുതൽ സ്നേഹത്തോടെയും കൃത്യതയോടെയും ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്ന സ്ത്രീശക്തി. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു സ്ത്രീയുടെ സ്വഭാവമാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നാണ്. യത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എന്ന സങ്കല്പം പോലെ, എവിടെ സ്ത്രീ സന്തോഷവതിയായി കർത്തവ്യബോധത്തോടെ ഇരിക്കുന്നുവോ അവിടെ ലക്ഷ്മി കടാക്ഷമുണ്ടാകും. ഉണർന്ന ഉടൻ നിങ്ങൾ പുലർത്തുന്ന ചിന്താഗതി വളരെ പ്രധാനമാണ്. ദേഷ്യത്തോടെയോ പരിഭവത്തോടെയോ അല്ല ഒരു ദിവസം തുടങ്ങേണ്ടത്. ഉണർന്ന ഉടൻ പ്രപഞ്ചത്തോടും ഈശ്വരനോടും നന്ദി പറയുന്ന ഒരു മനസ്സ് വളർത്തിയെടുക്കുക. നിങ്ങളുടെ കൈകൾ നോക്കി ഒരു പുതിയ ദിവസത്തെ വന്ദിക്കുക. ചാണക്യൻ പറയുന്നതുപോലെ അച്ചടക്കമുള്ള ഒരു സ്ത്രീക്ക് ഏത് തകർന്ന കുടുംബത്തെയും കരകയറ്റാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ആ വീട്ടിലെ ഓരോ വ്യക്തിക്കും കരുത്ത് നൽകുന്ന ഒന്നായി മാറണം. പ്രഭാതത്തിലെ ആ ശാന്തത നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക തേജസ് നൽകുന്നു. ആ പോസിറ്റീവ് എനർജി നിങ്ങളിലൂടെ വീട് മുഴുവൻ വ്യാപിക്കും. വീടിന്റെ ശുദ്ധിയും ഐശ്വര്യവും. ശുദ്ധിയുള്ളിടത്താണ് ഐശ്വര്യം വസിക്കുന്നത് എന്നത് ഒരു ലളിതമായ തത്വമാണ്. അതിരാവിലെ ഉണർന്ന് വീടിന്റെ ജനലുകളും വാതിലുകളും തുറന്നിടുക. ശുദ്ധവായുവും സൂര്യപ്രകാശവും വീടിനുള്ളിലേക്ക് കടക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളാൻ സഹായിക്കും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും ഉറങ്ങുന്ന വീടുകളിൽ ദാരിദ്ര്യം കടന്നുവരുമെന്ന് ചാണക്യനീതി മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനർത്ഥം പണമില്ലാതാകുമെന്ന് മാത്രമല്ല, ഉള്ള പണം അനാവശ്യ കാര്യങ്ങൾക്കും രോഗങ്ങൾക്കും വേണ്ടി ചിലവായി പോകുമെന്നാണ്. രാവിലെ തന്നെ വീട് വൃത്തിയാക്കി കുളി കഴിഞ്ഞ് പ്രസന്നതയോടെ ഇരിക്കുന്ന സ്ത്രീകൾ ആ വീടിന്റെ വിളക്കാണ്. നിങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോൾ പോലും സന്തോഷത്തോടെയും ശുദ്ധിയോടെയും ഇരിക്കുക. സ്നേഹത്തോടുകൂടി പാകം ചെയ്യുന്ന ആഹാരം അമൃതിന് തുല്യമാണ്. ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും കലഹങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കും. നിങ്ങളുടെ പ്രവൃത്തികളിലെ ശുദ്ധി ആ വീടിന്റെ ഐശ്വര്യമായി മാറും. പ്ലാനിങ്ങും സാമ്പത്തിക അച്ചടക്കവും. ചാണക്യൻ ഒരു മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു. ഒരു വീടിന്റെ വിജയത്തിന് പ്ലാനിംഗ് അനിവാര്യമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നേരത്തെ ഉണരുന്ന ഒരു സ്ത്രീക്ക് ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കാൻ സാധിക്കും. കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, വീട്ടുജോലികൾ, സാമ്പത്തിക ചിലവുകൾ എന്നിവയെല്ലാം കൃത്യമായി മാനേജ് ചെയ്യാൻ ഈ സമയം സഹായിക്കുന്നു. വൈകി ഉണരുന്ന ഒരാൾക്ക് സമയം ഒന്നിനും തികയാതെ വരികയും അത് വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യും. ഈ സമ്മർദ്ദം ദേഷ്യമായി മാറുകയും അത് കുടുംബത്തിലെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യും.
എന്നാൽ നേരത്തെ ഉണരുന്ന സ്ത്രീ എല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ കലഹങ്ങൾ കുറവായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നതും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നതും സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ്. പണം വരാൻ കഠിനാധ്വാനം മാത്രം പോരാ, അത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും വേണം. വാക്കുകളിലെ നിയന്ത്രണവും ആത്മീയതയും. പ്രഭാതത്തിൽ സ്ത്രീകൾ പാലിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം വാക്കുകളിലെ നിയന്ത്രണമാണ്. അതിരാവിലെ ശബ്ദമുണ്ടാക്കി സംസാരിക്കുകയോ മറ്റുള്ളവരെ വഴക്കു പറയുകയോ ചെയ്യുന്നത് ആ ദിവസത്തെ മുഴുവൻ പോസിറ്റിവിറ്റിയും നശിപ്പിക്കും. നിങ്ങളുടെ ശബ്ദം ആ വീട്ടിൽ ഒരു സംഗീതം പോലെയാകണം. ശാന്തമായി സംസാരിക്കുക. പ്രഭാതത്തിലെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ ഉണർന്ന് കുളി കഴിഞ്ഞ് വിളക്കു തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിനു ചുറ്റും ഒരു രക്ഷാകവചം തീർക്കപ്പെടുന്നു. കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു സ്ത്രീ അർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ഈശ്വരൻ പെട്ടെന്നുത്തരം നൽകും. നെഗറ്റീവ് ചിന്തകൾ മാറ്റി പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാൻ ഈ സമയം ഉപയോഗിക്കുക. ദേഷ്യപ്പെടാൻ തോന്നുന്ന സാഹചര്യങ്ങളിൽ ഒരു നിമിഷം കണ്ണടച്ച് പ്രപഞ്ചത്തെ ഓർക്കുക. നിങ്ങളുടെ ശാന്തത നിങ്ങളുടെ വിജയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നിങ്ങൾ വൈകിയുണരുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് 4 മണിക്ക് ഉണരാൻ കഴിയില്ല. 4 മുതൽ ഒരു 15 മിനിറ്റ് നേരത്തെ ഉണരാൻ ശ്രമിക്കുക. അങ്ങനെ പടിപടിയായി സമയം പിന്നിലേക്ക് കൊണ്ടുവരിക. 31 ദിവസം അഥവാ 1 മാസം തുടർച്ചയായി നിങ്ങളിത് പരീക്ഷിച്ചു നോക്കൂ. 31 ദിവസം കഴിയുമ്പോൾ അതൊരു ശീലമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഈ മാറ്റം നിങ്ങളുടെ ഭർത്താവിന്റെ പെരുമാറ്റത്തിലും കുട്ടികളുടെ പഠനത്തിലും സാമ്പത്തികമായ ഉയർച്ചയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അലസത ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്. ഉണർവ് ഐശ്വര്യത്തിന്റെയും. സൂര്യൻ ഉണരുന്നതിനു മുൻപേ ഉണർന്ന് പ്രകൃതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന സ്ത്രീ ആ കുടുംബത്തിന്റെ വിളക്കാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ സാധാരണ രാവിലെ എത്ര മണിക്കാണ് ഉണരാറുള്ളത്? നിങ്ങളുടെ പ്രഭാതശീലങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? നാളെ മുതൽ അതിരാവിലെ ഉണരാൻ തീരുമാനിക്കുന്നവർ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ഓരോ കമന്റിനും മറുപടി നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. സ്ത്രീ എന്നത് ശക്തിയാണ്. ആ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് തകർന്ന കുടുംബത്തെയും കരകയറ്റാൻ അവൾക്ക് സാധിക്കും. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് ലഭിക്കുന്നതിനായി ഷെയർ ചെയ്യുക. കൂടുതൽ ജീവിത പാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി പ്രപഞ്ചജാലകം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം.